ഒരു ഭരണകക്ഷി എംഎൽഎക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഉത്തരവാദപ്പെട്ട മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും കൃത്യമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അതിൻ്റെ മര്യാദകൾ പാലിക്കാതെ പത്രസമ്മേളനത്തിലൂടെ കുറേ കാര്യങ്ങൾ വിളിച്ചു പറയുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഔചിത്യം നിറഞ്ഞ പ്രവൃത്തിയല്ല എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഏതെങ്കിലും ഒരു MLA പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. മൂർത്തമായിട്ടുള്ള തെളിവുകളുടെയും വസ്തുനിഷ്ഠമായ അന്വേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ തന്നെയാണ് ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതുവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള അനുഭവമാണ് കേരളത്തിലുള്ളത്. ആ പശ്ചാത്തലത്തിൽ അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ, വാസ്തവ വിരുദ്ധമായിട്ടുള്ള ചില ആരോപണങ്ങൾ പത്രസമ്മേളനത്തിലൂടെ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് നിൽക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരു MLAക്ക് ആശാസ്യമായിട്ടുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. പൂരവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. BJPയുമായിട്ടൊരു ബാന്ധവത്തിനും പോകേണ്ട കാര്യം CPIMനില്ല. ഇന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP RSS വർഗീയവാദ ശക്തികൾക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രസ്ഥാനമാണ് CPIM. അത് അൻവറിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പോരായ്മയാണത്.